ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ വൈകിട്ടത്തെ കുറച്ച് കാര്യങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചായയിൽ തന്നെ അങ്ങ് തുടങ്ങി കേട്ടോ. അങ്ങനെ നമ്മൾ ചായയൊക്കെ ഇട്ട് ഒന്ന് കുട്ടികൾക്കൊക്കെ ഒന്ന് കൊടുക്കുന്നുണ്ട്. ഇതിപ്പം നമ്മുടെ റിച്ചൂട്ടന് വയ്യാത്തതുകൊണ്ട് ഹോസ്പിറ്റല് വീട് അങ്ങനെയാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ രാവിലെ വൈകിട്ടോ ഒക്കെ നെബിലൈസ് ചെയ്യാനായിട്ട് കൊണ്ടുപോകണം. അപ്പം അങ്ങനെ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് ടൈം അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് അങ്ങ് പോകുന്നുണ്ട് കേട്ടോ. അപ്പം മൊത്തത്തിൽ ഒരു തിരക്ക് പിടിച്ച ദിവസം ആണ്, ഞാൻ അതാണ് കേട്ടോ പറഞ്ഞിരുന്നത്. അങ്ങനെ നമ്മൾ ചായയൊക്കെ ഇട്ടു, കുട്ടികൾക്ക് കൊടുത്ത്. ഇന്നിപ്പം മോന് മദ്രസയിലും കൂടി പോകണമായിരുന്നു. അപ്പം അയാൾ ഇങ്ങനെ മടിച്ചാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ ഇവിടെ അയാൾ റെഡിയാക്കി എടുത്ത് ഇന്നിപ്പം കൂടെ കൊണ്ടാക്കാനായിട്ട് മോളും പോകുന്നുണ്ട്. എന്നിട്ട് ഇക്കാണ് കേട്ടോ ഇവർ രണ്ടുപേരെയും കൊണ്ടാക്കിയിരുന്നത്. പിന്നെ നമ്മൾ വീടൊക്കെ പൂട്ടി അങ്ങ് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. നമ്മുടെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലാണ് കേട്ടോ. അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് നമുക്ക് ജസ്റ്റ് ഡോക്ടറെ ഒന്ന് കാണിക്കണം. എന്നിട്ട് നേരെ നെബിലൈസ് ചെയ്യാനായിട്ട് കൊണ്ടുപോകണം. അങ്ങനെ നമ്മൾ ഡോക്ടറിനെയൊക്കെ കാണിച്ചു. നെബിലൈസൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് സൂപ്പർ മാർക്കറ്റിലേക്ക് പോയിട്ടുണ്ടായിരുന്നേ. ഇതിപ്പം വീട്ടിൽ തീർന്ന അത്യാവശ്യം വേണ്ടുന്ന കുറച്ച് സാധനങ്ങളാണ് കേട്ടോ എടുക്കുന്നത്. അങ്ങനെ നമ്മൾ നെയ്യും മാവും അങ്ങനെ കുറച്ച് കൊച്ചു ഐറ്റംസൊക്കെ. അങ്ങനെ ഞാൻ പിന്നെ കോഫി പൗഡർ എടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ പഞ്ചസാര, പിന്നെ ഉപ്പുമാവിൻ്റെ പൊടി, അത് പിന്നെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു സോയാബീനാണേ. അപ്പം സോയാബീൻ വെച്ച് ഒരു കിടിലൻ ഒരു റെസിപ്പി ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പാക്കാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഓക്കെ, അങ്ങനെ നമ്മൾ ഓരോന്നായിട്ട് എടുക്കുകയാണെ. പിന്നെ നമ്മൾ ഒരു പയർ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പം അത്യാവശ്യം പ്രോട്ടീനൊക്കെ റിച്ച് ആയിട്ടുള്ളൊരു പയറാണ്. അങ്ങനെ അതെടുത്തു. പിന്നീട് നമ്മൾ എണ്ണ കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് റിച്ചൂട്ടനും കയ്യിൽ തന്നെ ഉണ്ട് കേട്ടോ. അവനും ഇങ്ങനെ ആകാംക്ഷയായിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഇതിപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു മസാലയാണ് കേട്ടോ. നമ്മൾ ചിക്കനൊക്കെ പൊരിക്കുന്ന സമയത്ത് ഇട്ട് കൊടുക്കുന്നത്. അപ്പം അത് അത്യാവശ്യം ടേസ്റ്റ് കാണും എന്നുള്ള രീതിയിൽ ഞാൻ ഒരു പാക്കറ്റ് അങ്ങ് എടുത്തതാണേ. എന്നിട്ട് പിന്നെ നമ്മൾ എടുക്കുന്നത് സോപ്പ് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ലോഷൻ അതൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് നമ്മൾ ഓട്സ് എടുക്കുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം നമ്മുടെ സാധനങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പച്ചക്കറി കാര്യങ്ങൾ അതൊന്നും വേണ്ടായിരുന്നു. അങ്ങനെ ഇതെല്ലാം എടുത്തു. അങ്ങനെ പിന്നെ നമ്മൾ നേരെ അങ്ങ് ബില്ലടിക്കാനായിട്ട് അങ്ങ് കൊടുത്തു കേട്ടോ. അങ്ങനെ ബില്ലൊക്കെ അടിച്ചു. എന്നിട്ട് നേരെ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഒരാൾ മൈലാഞ്ചിയൊക്കെ ഇട്ട് സെറ്റായിട്ട് നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ എന്നിട്ട് നമ്മൾ ഇന്ന് നൈറ്റ് കഴിക്കാനായിട്ട് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ സോയാബീൻ കൊണ്ടൊരു ഐറ്റം ഉണ്ടാക്കുന്നത്. അപ്പം സോയാബീൻ കൊണ്ടുള്ളൊരു സോയാബീൻ മസാല റൈസ്, അതാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ ഐറ്റം. അപ്പം അതുണ്ടാക്കാനായിട്ട് നമ്മൾ കുക്കർ അടുപ്പിലേക്ക് വെച്ചു. അതിലേക്കായി നമ്മൾ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊക്കെ ചൂടാകുന്ന സമയത്ത് കുറച്ച് കശുവണ്ടിയും പിന്നീട് നമ്മൾ കുറച്ച് മുന്തിരിങ്ങ കൂടാണ് കേട്ടോ, ഉണക്ക മുന്തിരിങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് ക്യാരറ്റ്, ക്യാപ്സിക്കം, പിന്നെ ഇട്ടത് സവാള, തക്കാളി, അതൊക്കെയാണ് കേട്ടോ. അങ്ങനെ ഇതെല്ലാം ഒന്ന് വഴണ്ട് വരുന്ന ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് പൊടികളൊക്കെ അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ പൊടികളായിട്ട് ഇട്ട് കൊടുക്കുന്നത്, ആദ്യം നമ്മൾ സോയാബീനാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ സോയാബീൻ ഇട്ടതിന് ശേഷമാണ് നമ്മൾ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ പൊടികളായിട്ട് ഇട്ട് കൊടുത്തത് മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് അധികം തന്നെ ചിക്കൻ മസാലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ചിക്കൻ മസാലയൊക്കെ ഇടുന്ന സമയത്ത് ഒരു പ്രത്യേക ഒരു ഫ്ലേവറാണ്. അപ്പം അതുണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പാക്കാതെ അത് ഇട്ടേക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പ്, ഇതിപ്പം ഞാൻ ഉപ്പിട്ടത് നമ്മൾ റൈസിനും കൂടി വേണ്ടിയിട്ടായതുകൊണ്ട് കുറച്ച് അധികം ഉപ്പിട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ 1 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ചെറിയിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ ഇതൊക്കെ ഒന്ന് വഴണ്ട് വരുന്ന ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമായ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള അളവിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചു. എന്നിട്ട് നമ്മൾ ഒരു ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ കുറച്ച് എസെൻസും കൂടെ, ഇതിപ്പോൾ പൈനാപ്പിൾ എസെൻസ് ആണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെ അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളൊരു 2-3 വിസിലൊക്കെ അടിക്കുമ്പോഴത്തേക്ക് ഇതങ്ങ് റെഡി ആയിട്ട് വരും. അപ്പോൾ വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് തയ്യാറാക്കി കുക്കറിൽ എടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു മസാല റൈസിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. ഇനി ഇതിൻ്റെ കൂടെ പ്രത്യേകിച്ച് കറിയും കാര്യങ്ങളൊന്നും വേണ്ട. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക, കൂടെ സബ്സ്ക്രൈബും. അപ്പോൾ ഓക്കെ.